ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ്. കൂടാതെ എങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് പൈതൺ കൺസോൾ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നും നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യമേ നമ്മുടെ പൈതൺ കൺസോളിലേക്ക് വരിക. അതിനായിട്ട് പൈതൺ 3 എന്ന് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ കൺസോളിലേക്ക് വന്നിരിക്കുകയാണ്. സോ എനിക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 + 6 ഞാൻ കൊടുക്കുന്നു, 10 എന്ന് എനിക്ക് കിട്ടി. പ്രിൻ്റ് ഫംഗ്ഷൻ നമുക്ക് ഒരു റിസൾട്ട് നമ്മുടെ കൺസോളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് വരുമ്പോഴേക്കും ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, 6 + 9 കൊടുക്കുന്നു. അപ്പോഴേക്കും നമുക്ക് 15 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ചില കേസസിൽ നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു ആൻസർ ആയിരിക്കില്ല ഇത് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയാണ് പ്രിൻ്റ് 1 + 2 + 3 × 3 എന്ന് ഞാൻ കൊടുക്കുന്നു. എനിക്ക് കിട്ടിയ ആൻസർ 12 ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആൻസർ തെറ്റാണ് അല്ലേ? 12 അല്ല എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് പൈതൺ ഫോളോസ് മാത്തമാറ്റിക്കൽ ഓർഡർ ഓഫ് ഓപ്പറേഷൻ. അതായത് പൈതൺ എങ്ങനെയാണ് ഈ 12 എന്നുള്ള ആൻസറിലേക്ക് വന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൺ ആദ്യം എന്തായിരിക്കും ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 3യും 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യം ചെയ്യുന്നതാണ് അല്ലേ, 9 വരും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? 2 + 1 ചെയ്യും, അതായത് 3 വരും അല്ലേ? അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? 12 എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? യഥാർത്ഥത്തിൽ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് പ്രിൻ്റ് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 + 2 + 3നെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? × 3 കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കി ഞാൻ മാറ്റി. അതായത് 1 + 2 + 3 ഞാനൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി. അതിൻ്റെ കൂടെ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നൽകുകയാണ്. അപ്പോഴേക്കും എൻ്റെ ആൻസർ കറക്റ്റായിട്ട് ലഭിച്ചു.